ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി ആ ഒരു ഇഷ്യൂയെ ബന്ധപ്പെട്ട് ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് വേറെ ആരുമില്ല, നമ്മുടെ ബിഗ് ബോസ് താരം, ബിഗ് ബോസ് സീസൺ 6 കോട്ടുതി എന്നറിയപ്പെടുന്ന സിജോയും അതുപോലെ തന്നെ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന അനന്തു എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ടാണ് ഇവർ തമ്മിൽ ചെറിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാരണക്കാരൻ സിജോ തന്നെയാണ് കേട്ടോ. കാരണം വെറുതെ ചെന്നിട്ട് ആ ചെറുക്കനെ തോണ്ടാൻ ചെല്ലുക എന്ന് പറയുക, അങ്ങോട്ട് ചെന്ന് ഇരന്ന് മേടിക്കുന്ന ഒരു പരിപാടിയാണ് സിജോ കാണിച്ചത്. അപ്പോൾ അതിന് ആ ഒരു ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സിജോ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ചില വാക്കുകൾ അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി, അതെന്താണ് അയാൾ അങ്ങനെ പറയാനുണ്ടായ അതിൻ്റെ ക്ലാരിറ്റി നമുക്കറിയണം. അപ്പോൾ ഇതിനെതിരായിട്ട് വേറൊരു പെൺകുട്ടിയും നമ്മുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് അതിനെ കുറച്ചൊരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക്. മോനേനോ സിജോയ്ക്ക് എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല. പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം. ഞാൻ മോനെന്ന് വിളിച്ചു പോയി, പക്ഷേ ആ വിളി എന്തായാലും തിരുത്തണം. തിരുത്തില്ലെങ്കിൽ അനന്ത് മോനത് വിഷയമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാൾ മുന്നേയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും വേണ്ട, ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട. മോളെ, അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പം സിജോയോടാണ്, അനന്തു ചേട്ടനെ മോനെന്ന് വിളിക്കാൻ പറ്റത്തില്ല, മോളെന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. മോളെന്ന് വിളിക്കേണ്ട പ്രവൃത്തിയാണ് അനന്തു ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞതിലൂടെ താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. പൊതുസമൂഹത്തോട് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്താ മോളെന്ന് പറഞ്ഞ വാക്ക് എന്താ അങ്ങ് ചീത്തയായിട്ടുള്ള വാക്കാണോ, അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കാണോ? മോളുമാരൊക്കെ, നമ്മുടെ നാട്ടിലെ മോളുമാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണോ? അതോ ഇനിയും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് വേറൊരു കാര്യമുണ്ടല്ലോ. ഈ പൊതുവെ കുറച്ച് ആൾക്കാർ പറയത്തില്ലേ, സ്ത്രീകൾ മാത്രമാണ് ഇങ്ങനെ കലവില്ലാന്ന് സംസാരിക്കുന്നത്, സ്ത്രീകൾ മാത്രമാണ് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നത്. ആ പ്രവൃത്തിയാണ് അനന്തുചേട്ടൻ ചെയ്തത്. അതായത് സ്ത്രീകൾ ചെയ്യുന്ന പ്രവൃത്തി, മോളുമാര് കാണിക്കുന്ന പ്രവൃത്തിയാണ് അനന്തുചേട്ടൻ ചെയ്തത്. അതുകൊണ്ടാണോ മോനെന്ന് വിളിക്കാൻ പറ്റത്തില്ല, മോളെന്ന് വിളിക്കാനേ പറ്റത്തുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞത്? അത് വ്യക്തമാക്കിയേ കൊള്ളാം. അല്ല, താങ്കളുടെ വീട്ടിലും മോളുമാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് മോളുമാരുണ്ട്, താങ്കളുടെ പരിചയത്തിലുണ്ടായിരിക്കും, താങ്കളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മോളുമാര് മുഴുവനായിട്ട് അങ്ങ് മോശക്കാരികളാണോ? ഈ നാട്ടിലെ മോളുമാരിൽ ഒരു മോളാണ് ഞാനും. അപ്പൊ എനിക്കത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പൊതുവെ പറയുമ്പോൾ അത് ബാക്കിയുള്ളവരെയും കൂടി ബാധിക്കും, അഫക്ട് ചെയ്യുമെന്ന് താങ്കൾ മനസ്സിലാക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ അയാളുടെ നിലപാടിന്റെ ആ ഒരു വൈരുദ്ധ്യം. ബിഗ് ബോസ് ആയാലും സ്മൃതി പറയുന്നതിനോട് ഞാനും 100% യോജിക്കുകയാണ് കേട്ടോ. കാരണം ഇയാൾ എന്തോ ഒരു അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അതെന്താ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്ര കൊള്ളാത്തവരാണ്. ഈ പറയുന്ന സിജോയും ഈ കഴിഞ്ഞ കുറച്ച് നാളെയായിട്ട് കല്യാണം കഴിച്ചിട്ട്, ഇയാളും കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ തന്നെയല്ലേ, ഇയാൾക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേ. എന്നിട്ട് എന്താണ് സ്ത്രീകളെ ഒരുമാതിരി അധിക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞത്? എന്താണ്, തികച്ചും തെറ്റായിട്ടുള്ളൊരു ആരോപണമാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയാൾ ഈ അനന്തു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ തന്തയ്ക്ക് വിളിക്കുന്ന രീതിയിലുള്ള ചില പദപ്രയോഗങ്ങളും ഇയാൾ നടത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇയാളുടെ സ്വഭാവം എന്താണെന്നുള്ളതും ഇയാളുടെ മൊത്തത്തിലുള്ള ക്യാരക്ടർ എന്താണെന്നുള്ളതും ബിഗ് ബോസിൽ നമ്മളെല്ലാവരും വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. കാരണം ഒരു നിലപാടില്ലാത്തൊരു മനുഷ്യനാണ്. ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ അത് ഇയാൾ പറഞ്ഞതിൽ കുറച്ച് ഒരു ന്യായമുണ്ട്. കാരണം ആ ഒരു മാതാപിതാക്കളെ സപ്പോർട്ട് ഇയാൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ പറയുന്ന അനന്തു എന്ന് പറയുന്ന ആ ഒരു പയ്യനെതിരായിട്ട് ഇമ്മാതിരി വൃത്തികേട് ഇയാൾ പറയുമ്പോഴത്തേക്കും അതിനെതിരെ പ്രതികരിക്കണം. കാരണം ഈ പറയുന്ന സിജോയും നമ്മളും എല്ലാം ചെയ്യുന്നത് ഒരേപോലത്തെ റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം ചില ആൾക്കാർക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ടായിരിക്കും, അല്ലാതെ വലിയ വ്യത്യാസമൊന്നും നമ്മൾ തമ്മിലില്ല. കാരണം എല്ലാവരും ഒരേ രീതിയിലുള്ള വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. അപ്പോൾ ചെയ്യുന്നതിനും കുറച്ചൊരു മാന്യതയൊക്കെ വേണം. അങ്ങും കരി വാരി തേക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങും വെറുതെ വഴക്കുണ്ടാക്കുന്നു, അതും ജയിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ പോലും ഇമ്മാതിരി മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറിയിട്ട് അല്ലെങ്കിൽ അവരുടെ തന്തയ്ക്ക് വിളിക്കുന്ന രീതിയിലും ഒരുമാതിരി അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞ സിജോയുടെ ഈ ഒരു നിലപാട് തികച്ചും തെറ്റ് തന്നെയാണ്. ഇയാൾ ഈ എന്ത് ഒരു അടിസ്ഥാനത്തിലാണ് അനന്തു എന്ന് പറയുന്ന ആ ഒരു പയ്യനെ സ്ത്രീ എന്ന് വിളിച്ച് ഒരുമാതിരി അധിക്ഷേപിക്കുന്ന രീതി ചെയ്ത്? അതെന്താണ്, സ്ത്രീകൾക്ക് എന്താണ് ഇയാൾ എന്താണ് ആ ഒരു രീതി സംസാരിച്ചതെന്നുള്ളതിൻ്റെ ഒരു വ്യക്തത നമുക്ക് വരണം. ഇതിനുള്ളൊരു മറുപടി അയാൾ പറയണം. ഇതിനെതിരായിട്ട് ഞാനും ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുകയാണ്. കാരണം നമ്മളും സ്ത്രീകളാണ്. അതെന്താ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്ര കൊള്ളാത്ത ഒരു രീതിയാണോ ഇയാൾ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇയാളുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്കറിയാവുന്ന, വെറുതെ എല്ലാം റോക്കി പിടിച്ചിടിച്ചെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം വെറുതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞാണ്. ബിഗ് ബോസിൽ വെച്ചിട്ടേ നമുക്ക് നല്ല രീതി വെറുപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ പറയുന്ന സിജോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, ഇയാളുടെ കല്യാണം എല്ലാം കഴിഞ്ഞു, ഇയാൾ അങ്ങ് വന്ന് 3 ചാനലാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ അതൊക്കെ അയാളുടെ ഇഷ്ടമാണ്, കാരണം ഓരോരുത്തരുടെ അത് ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ഇതുപോലെ വന്നിരുന്നിട്ട് ഒരാളെ അയാളെ തന്തയ്ക്ക് വിളിക്കുക, അതുപോലെ തന്നെ അയാളെ ഇമ്മാതിരി അധിക്ഷേപിക്കുക, അത് തെറ്റ് തന്നെയാണ്. അതിനുള്ളൊരു എന്താണ് അങ്ങനെ ആ ഒരു അനന്തു എന്ന് പറയുന്ന പയ്യനെ വിളിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് ഇയാൾ പറഞ്ഞേ പറ്റുള്ളൂ. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. ഇതിനെതിരായിട്ട് ഞാനും ശക്തമായിട്ട് പ്രതികരിക്കുന്നു.